കാസർഗോഡ് പിടിയിലായ ലഹരിക്കടത്ത് സംഘം മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർ. പിടിയിലായ ഹുസൈൻ സതീശിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ. പ്രതികളുമായി മുഖ്യമന്ത്രി വി ഡി സതീശനുള്ള അടുത്ത ബന്ധം വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഇന്നലെയാണ് 130 ഗ്രാം MDMA-യുമായി അബ്ദുൾ സലാമും മുഹമ്മദ് ഹുസൈനും പിടിയിലായത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഏതാണ്ട് 7 ലക്ഷം രൂപ വില വരുന്ന MDMA-യുമായിട്ടാണ് 2 പേർ പിടിയിലായത്. 2 പേരും പെരുമ്പാവൂർ സ്വദേശികളാണ്. കാസർഗോഡ് നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയത്. 130 ഗ്രാം MDMA ഇവരുടെ കൈവശമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ അടക്കം എടുത്തു നോക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി വളരെ അടുത്ത ബന്ധമാണ് ഇവർക്കുള്ളത് എന്ന് വ്യക്തമാവുകയാണ്. ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇവർ ഇത്തരത്തിൽ ലഹരിക്കടത്തിൽ ഇത്ര ധൈര്യസമേതം ഇറങ്ങുന്നത്? സാലി, ഷമ്മി, ഈ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കളുമായി ഇവർക്കുള്ളത് ചെറിയ ബന്ധങ്ങളല്ല, വലിയ ബന്ധങ്ങളാണ് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ 3 പേരാണ് പിടിയിലായിരിക്കുന്നത്. 3 പേരും പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശികളാണ്. PA മുഹമ്മദ് സലാം, KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ബാസ്. ഇവർ 3 പേരും കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരാണ്. ഒരാൾ, ഈ ഹുസൈൻ എന്ന് പറയുന്നയാൾ, യൂത്ത് കോൺഗ്രസിൻ്റെ ബൂത്ത് ഭാരവാഹിയാണ്. വെങ്ങോല പഞ്ചായത്തിലെ 142-ാം ബൂത്തിൽ ബൂത്ത് പ്രസിഡൻ്റാണ് ഹുസൈൻ. അത് കോൺഗ്രസ് ബന്ധം. ഇനി മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ ഇവരുമായിട്ട് സൂക്ഷിച്ചിരുന്ന ബന്ധത്തിൻ്റെ അത് തെളിവ് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് അവരുടെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിലുള്ളത് എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ അടുത്ത ബന്ധമുണ്ട്. അത് ഈ മുഹമ്മദ് ഹുസൈൻ്റെയും സലാമിൻ്റെയും വീട്ടിൽ ഇയാൾ ഈ പ്രതിപക്ഷ നേതാവായിരിക്കെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയും ഈ സലാമിൻ്റെ ഹുസൈൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. അതായത് ഇതേ ആളുകൾ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയെ പോയി കണ്ടത്. അബ്ദുൾ സലാമും മുഹമ്മദ് ഹുസൈനും സതീശൻ്റെ വീട്ടിൽ പലതവണ വന്നിട്ടുണ്ട് എന്നതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ പെരുമ്പാവൂർ അറക്കപ്പടിയിലുള്ള സലാമിൻ്റെ വീട്ടിൽ സതീശൻ വന്നതിൻ്റെ ദൃശ്യങ്ങളും അതിലുണ്ട്. അത് സതീശൻ ഈ കേസിലെ മുഖ്യപ്രതിയായ സലാമിനെ ഒപ്പം കൈപിടിച്ച് വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. അവിടെ ഇരുന്ന് സോഫയിലിരുന്ന് സംസാരിക്കുന്നതൊക്കെ ദൃശ്യങ്ങളൊക്കെ അതിലുണ്ട്. മാത്രമല്ല, ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പൂർണ്ണമായി പരിശോധിച്ചാൽ വി ഡി സതീശൻ അത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും തുടർന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെയുള്ള സെൽഫി ചിത്രങ്ങളും ഒപ്പമുള്ള വീഡിയോകളുമാണ്, ദൃശ്യങ്ങളുമാണ് ഉള്ളത്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, ഇവർ വളരെ അടുത്ത ബന്ധമുള്ളവർ ആണ് എന്നുള്ളതാണ്. ഈ ഹുസൈൻ തൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലായി പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവർക്കൊക്കെ മുഖ്യമന്ത്രിയുമായുള്ള മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ സതീശനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത്. മറ്റൊരു വീഡിയോ ഉള്ളത്, ഈ കേസിൽ തന്നെ മറ്റൊരു പ്രതി അബ്ബാസ് ഈ PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം നിയമസഭാ മന്ദിരത്തിൽ നിൽക്കുന്ന അവർക്കൊപ്പം നടന്നു പോകുന്ന ദൃശ്യങ്ങളുണ്ട്. അത് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു, 2 പേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്കൊക്കെ വലിയ ബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു 4-മൻ കൂടി പിടിയിലായിട്ടുണ്ടെന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ 3 പേരെ ചോദ്യം ചെയ്തപ്പോൾ 4-മതൊരാളുടെ ഒരാളെയും കൂടെ പെരുമ്പാവൂരിൽ നിന്ന് ചന്ദേര പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു സൈനുൽ ആബ്ദീൻ. അയാളും കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ 4 പേരും കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരാണ്. ഇവർ മുഖ്യമന്ത്രിയായ വി ഡി സതീശനും ആയിട്ടും മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി ഡി സതീശനുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒക്കെ തന്നെയാണ് ഇവർ എന്നാണ് ഇവർ തന്നെ അവകാശപ്പെടുന്നത്. അത് അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പരിശോധിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. മറ്റൊരാൾ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ബന്ധം വ്യക്തമാകുന്ന ഒരു ദൃശ്യമാണ്. നിയമസഭാ മന്ദിരത്തിനകത്തൂടെ 2 പേരും കൂടി നടന്നു പോകുന്ന ഒരു ദൃശ്യം. ഇവർ ചില്ലറക്കാരല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഇവരെ പിടികൂടിയിരിക്കുന്നത് 139 ഗ്രാം MDMA-യുമാണ്. അതൊരു 10 ലക്ഷത്തിൽ താഴെ വിലയുള്ളൂ. പക്ഷേ ഇവർ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭരണമാറ്റത്തിന് ശേഷം എന്നാണ് പോലീസ് തന്നെ പറയുന്നത്.
ഇവർ രണ്ടുപേർ ഈ കഴിഞ്ഞ കുറേ നാളുകളായി നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല, പുറത്തെവിടെയോ ആയിരുന്നു. അതിനുശേഷം UDF ഭരണം ലഭിച്ചതിന് ശേഷം സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം മടങ്ങിയെത്തിയതിന് ശേഷം ഈ MDMA ബിസിനസ്സുമായിട്ട് സജീവമാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇവരൊരു ചുമന്ന കാറിൽ ബാംഗ്ലൂരിൽ നിന്ന് കാസർഗോഡ് വഴി പെരുമ്പാവൂരിലേക്ക് MDMAയുമായി വരികയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അത് അവരുടെ FIRൽ അത് വ്യക്തമായി എഴുതിയിട്ടുമുണ്ട്. ചന്ദേര പോലീസ് സ്റ്റേഷൻ തയ്യാറാക്കിയ FIRൽ. മാത്രമല്ല ഇവർ മുൻപും ഇതേ റൂട്ടിലൂടെ MDMAയുമായി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ വിൽപ്പന എന്നുള്ളതാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ ചെറിയ മീനുകളല്ല. മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ കാര്യത്തിൽ വലിയ കണ്ണികളാണിവർ. ഇവർക്ക് നിരന്തരം മയക്കുമരുന്നുമായി ബന്ധമുള്ളവരാണ്. ഈ അവസാനം പിടിയിലായ സൈൻലാബ്ദീനാണ് ഇവരുടെയൊക്കെ ലീഡർ എന്നാണ് പോലീസ് പറയുന്നത്. ഇനി രണ്ടാമത് ഇവരുടെ കോൺഗ്രസ് ബന്ധമാണ്. ഇവർ സജീവ കോൺഗ്രസ് പ്രവർത്തകരാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഇവർ. അടുത്തത് ഇവർക്ക് ഉന്നത നേതാക്കളുമായുള്ള ബന്ധമാണ്. ഈ നേതാക്കൾ മുഖ്യമന്ത്രി VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതലുള്ള ബന്ധമാണ്. ചെറിയ ബന്ധമല്ല. ഒരാളുടെ വീട്ടിൽ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ ഔദ്യോഗിക കാറിൽ അദ്ദേഹം ഒരാളുടെ വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ പോകണമെങ്കിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. പിന്നെ മറ്റൊരു ദൃശ്യം വരുന്നത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഇവർ തമ്മിൽ നിന്ന് സംസാരിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങളും തെളിവുകളുമാണ് ഇവരുടെയൊക്കെ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഇത് വ്യക്തമാകുന്നു. ഏതായാലും വലിയ അങ്കലാപ്പിലായിട്ടുണ്ട് കോൺഗ്രസ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ എന്ന് വ്യക്തമാണ്. ഷമ്മി.